ഹലോ, രാധാമണി അമ്മയുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വെച്ച ഒരു സുഖിയനാണ്. അതിനായിട്ട് അമ്മ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യം ഒന്ന് കഴുകി ഇത് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ സുഖിയന് ആവശ്യമായ ചെറുപയർ വേവിച്ചെടുക്കുവാണ്. 1 കപ്പ് ചെറുപയർ അമ്മ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് നമുക്ക് വേവിച്ച് ഊറ്റിയെടുക്കാം. പയറമ്മ അടുപ്പേ പുഴുങ്ങാൻ വെച്ചതായിരുന്നു. ഉപ്പിട്ട അമ്മ വെച്ചത്. അത് കണ്ടിപ്പം നല്ലതായിട്ട് വെന്തു. നമുക്ക് ഇനി ഇതിനകത്തോട്ട് തേങ്ങ ചേർക്കാം. അമ്മ എടുത്തത് ചേർക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അമ്മ അരിച്ച് വെച്ചേക്കുന്നതാ 1 കപ്പ് ശർക്കര അമ്മ എടുത്ത് ഉരുക്കി അരിച്ച് വെച്ചേക്കുന്ന അമ്മ ഇത്. അതൊഴിക്കാം നമുക്കിനി. നല്ലതായിട്ട് ഇതൊന്ന് ഒഴിക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിന് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. വലിയവർക്ക് ജീരകപ്പൊടിയും ചേർക്കാം. ഇപ്പം ജീരകപ്പൊടി ഇടുന്നില്ല, ഏലക്കാപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം നമ്മുടെ സുഖിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം. വലുതായിട്ട് ഉടയണ്ട, തവിയും കൊണ്ട് തന്നെ. പയർ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു രസമല്ലേ. അതുകൊണ്ട് മുഴുവനെ അങ്ങ് ഉടഞ്ഞു പോകണ്ട. പിന്നെ ചെറുപയർ ഒത്തിരി നല്ലതാണ്, ആരോഗ്യ ഗുണങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സ്കൂൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും. ശർക്കര പറ്റത്ത് നമുക്കിങ്ങനെ ഇതിനകത്തെ വെള്ളമെല്ലാം പറ്റി നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് മുക്കിയിടാൻ നമുക്കൊരു മൈദ കലക്കിയെടുക്കാം. ഇതിനൊരു കപ്പ് മൈദാമാവ് എടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 സ്പൂൺ അരിപ്പൊടി ഇടാം. പിഞ്ച് മഞ്ഞപ്പൊടി ഇടാം. ഇഷ്ടത്തിന് ഉപ്പ് ചേർക്കാം. അമ്മ കുറച്ചേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. മധുര പലഹാരങ്ങൾക്ക് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കുമ്പം അതിൻ്റെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കലക്കിയെടുക്കുക. ഒത്തിരി അങ്ങ് വെള്ളവും ആകരുത്, ഒത്തിരി അങ്ങ് കുറുകുകയും ചെയ്യരുത്. പരുവാണ് നമ്മുടെ മാവ്. ഉണ്ട്, ഈ പരുവ മതി. ഇനി നമുക്ക് പയറൊന്ന് ഉരുട്ടിയെടുക്കാമേ. ഇനി നമ്മുടെ പയറും ശർക്കരയും എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഉരുട്ടിയെടുക്കുവാണ്. നമ്മുടെ സുഖിയന്റെ ഷേപ്പിന് റൗണ്ട് രീതിയിൽ നമ്മൾ കൈ നിറയെ എടുത്ത് പയറെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അടി കട്ടിയുള്ള ഒരു കടായിയിൽ ഓയിലെടുത്ത്
നമ്മൾ ചൂടാകാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഉരുളകൾ നമുക്ക് മൈദയിൽ മുക്കി ഈ ഓയിലിലേക്ക് ഇടാം. ഇപ്പം നമ്മൾ 1 കപ്പ് ചെറുപയറിൽ 20 ഉണ്ടകൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ മാവിലേക്ക് ഓരോന്നായിട്ട് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടാം. നമ്മൾ സുഖിയനെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കൊച്ചു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. അതുപോലെ തന്നെ ഇതുണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.